മുൻ വിദേശകാര്യമന്ത്രിയും കർണാടക മുഖ്യമന്ത്രിയുമായിരുന്ന എസ് എം കൃഷ്ണ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ സുഖങ്ങളെ തുടർന്ന് ബംഗളൂരുവിലെ വസതിയിലായിരുന്നു അന്ത്യം. എ പി നദീറ നമുക്കൊപ്പം ചേരുന്നുണ്ട്. എ പി നദീറ, പ്രായം 92 ഒരുപാട് രാഷ്ട്രീയ സമവാക്യങ്ങളിലൂടെ കടന്നുപോയ മുൻ മുഖ്യമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമാണ് എസ് എം കൃഷ്ണ. ഒടുവിൽ പാർട്ടി മാറ്റം വലിയ ചർച്ചാ വിഷയമായിരുന്നു. ഒരുപക്ഷെ വർത്തമാനകാലത്തെ പാർട്ടി മാറ്റങ്ങളെക്കാൾ ഒക്കെ മുൻപ് തന്നെ അദ്ദേഹം എടുത്ത രാഷ്ട്രീയ നിലപാടുകളിൽ ശ്രദ്ധേയമായതും വിവാദമായതും ആ ഘട്ടത്തിൽ കൂടെയാണ്. എപ്പോഴായിരുന്നു അന്ത്യം? എപ്പോഴാണ് സംസ്കാര ചടങ്ങുകൾ? നദീറ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ ദീർഘനാളായി എസ് എം കൃഷ്ണ അദ്ദേഹം വിശ്രമത്തിലായിരുന്നു. പൊതുരംഗത്ത് സജീവമായിരുന്നില്ല. കഴിഞ്ഞ 3 വർഷമായി അദ്ദേഹം ശരിക്കും ബെഡ് റിഡൺ ആയിരുന്നു എന്ന് തന്നെ പറയാം. ഇടയ്ക്കിടെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ചെക്കപ്പ് നടത്തി തിരിച്ചു കൊണ്ടുപോകുന്ന സ്ഥിതിയായിരുന്നു. ഇന്ന് പുലർച്ചെ 2:45 ബംഗളൂരുവിലെ സദാശിവ നഗറിലുള്ള അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് അന്ത്യം സംഭവിച്ചത്. മൃതദേഹം പൊതുദർശനത്തിന് ശേഷം ബംഗളൂരുവിൽ തന്നെ സംസ്കരിക്കുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എസ് എം കൃഷ്ണ എന്ന് പറഞ്ഞാൽ സോമനഹള്ളി മല്ലയ്യ കൃഷ്ണ എന്ന എസ് എം കൃഷ്ണ ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന എസ് എം കൃഷ്ണ കർണാടക രാഷ്ട്രീയത്തിലും ദേശീയ രാഷ്ട്രീയത്തിലും ഒരുപോലെ തിളങ്ങി നിന്ന നേതാവായിരുന്നു. 1962 പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവേശം. പിന്നീട് അദ്ദേഹം കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്ക് വന്നു. അതിന്റെ ഭാഗമാകുകയും ഇന്ദിരാഗാന്ധിയോടൊപ്പവും തുടർന്ന് രാജീവ് ഗാന്ധിയോടൊപ്പവും ഒക്കെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. 1999 മുതൽ 2004 വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം കർണാടകയുടെ മുഖ്യമന്ത്രിയാവുകയും ചെയ്തു. അന്നത്തെ കാലത്തെ ബാംഗ്ലൂരുവിന്റെ വികസനം, അതുപോലെ തന്നെ IT മേഖലയുടെ വികസനം എന്നിവയ്ക്കൊക്കെ തറക്കല്ലിട്ട അല്ലെങ്കിൽ അതിനെ വളരുന്നതിനോടൊപ്പം നിന്ന ഒരു നേതാവെന്ന് നമുക്ക് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. ഇന്ന് കാണുന്ന ബംഗളൂരുവിനെ ബംഗളൂരുവാക്കി മാറ്റുന്നതിൽ വലിയ പങ്കുവഹിച്ച ഒരു നേതാവ് കൂടിയാണ് അദ്ദേഹം. അദ്ദേഹം പിന്നീട് മുഖ്യമന്ത്രി സ്ഥാനമൊക്കെ മാറിയതിനു ശേഷം പിന്നീട് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോവുകയും അവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും 2009 കാലഘട്ടത്തിൽ UPA സർക്കാർ ഭരണത്തിൽ അദ്ദേഹം വിദേശകാര്യ മന്ത്രിയാവുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ട് അദ്ദേഹം കോൺഗ്രസ് രാഷ്ട്രീയവുമായി കുറച്ച് അകൽച്ച പാലിക്കുകയായിരുന്നു. 2017 നമുക്കെല്ലാം അറിയുന്നത് പോലെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹം BJP-യിലേക്ക് ചേക്കേറുകയും ചെയ്തു. BJP-യിൽ എത്തിയതോടെ അദ്ദേഹത്തിന് വലിയ സ്ഥാനമാനങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല. എങ്കിൽ കൂടിയും അദ്ദേഹം എല്ലാ പൊതുപരിപാടികളിലും BJP-യുടെ പരിപാടികളിലൊക്കെ സജീവമായി നിലകൊണ്ടിരുന്നു. പിന്നീടാണ് അദ്ദേഹം അസുഖബാധിതനാകുന്നതും ഈ പൊതുരംഗത്ത് നിന്ന് വിട്ടുനിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നതും. എന്തായാലും ഇന്ന് പുലർച്ചെ 2:45 അദ്ദേഹത്തിന്റെ വിയോഗം സംഭവിച്ചിരിക്കുന്നത്. സംസ്കാരം സംബന്ധിച്ച വിവരങ്ങൾ BJP പാർട്ടി വൃത്തങ്ങളായിരിക്കും തീരുമാനിക്കുക. അത് സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമായി വരുന്നേ ഉള്ളൂ. അരുൺകുമാർ. ഓക്കെ, താങ്ക് യു നദീറ. എസ് എം കൃഷ്ണയെ പ്രേക്ഷകർക്ക് അറിയാവുന്നത് കർണാടകയുടെ IT നഗരമായി വികസിപ്പിച്ചെടുത്ത ഒരു കർണാടക മുഖ്യമന്ത്രി എന്ന നിലയിൽ മാത്രമാണ്. പക്ഷേ ചിലർക്കെങ്കിലും അതിൽ കൂടുതൽ അറിയാം. അദ്ദേഹത്തിൻ്റെ ദേശീയ രാഷ്ട്രീയത്തിലെ സാന്നിധ്യം പല സർക്കാരുകളിൽ, മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ കാലത്ത് ഒക്കെ അദ്ദേഹം വളരെ ശ്രദ്ധേയമായ പദവികൾ അലങ്കരിച്ചിരുന്നു. അദ്ദേഹം വിദേശകാര്യമന്ത്രി എന്ന നിലയിൽ ശ്രദ്ധേയനായിരുന്നു. അതേപോലെ 2017 അദ്ദേഹം കോൺഗ്രസ് വിട്ട് 1971 മുതലുള്ള കോൺഗ്രസിൻ്റെ ബന്ധം ഉപേക്ഷിച്ചാണ് BJP-യിലേക്ക് എത്തുന്നത്. 5 തവണ MLA ആയി. പല തസ്തികകളിൽ അദ്ദേഹത്തെ പരീക്ഷിച്ചു. എല്ലാ തസ്തികകളിലും അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ മികവ് വലിയ ശ്രദ്ധേയമായിരുന്നു. ഒടുവിൽ BJP ക്യാമ്പിലെത്തിയിരുന്നു. അവസാന 7 വർഷം അദ്ദേഹം BJP-യിൽ തന്നെയായിരുന്നു. എസ് എം കൃഷ്ണ കർണാടക മുൻ മുഖ്യമന്ത്രിയും മുൻ വിദേശകാര്യമന്ത്രിയുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണവാർത്തയാണ് ഈ വാർത്താ പ്രഭാതത്തിൽ ആദ്യം പ്രേക്ഷകർ അറിയുന്നത്.